കൊളോണിയൽ കാലത്ത് ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച മൂല്യമേറിയ വസ്തുക്കൾ ബ്രിട്ടീഷുകാർ തിരികെ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരണം. കേരളത്തിലെത്തിയ ബ്രിട്ടീഷ് ബ്ലോഗർമാരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്ത സ്ത്രീകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇന്ത്യൻ പുരാവസ്തുക്കൾ ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള വർഷങ്ങളായുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു ബ്ലോഗർ പങ്കുവച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് വീഡിയോ. ഞങ്ങൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചുവെന്ന് എമ്മ ഇൻസ്റ്റയിൽ കുറിച്ചു. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെ കൊള്ളയടിച്ചുവെന്ന് അവർ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളെല്ലാം. സത്യത്തിൽ പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസ്വസ്ഥമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇന്ത്യയിൽ എവിടെയും ഇതുപോലൊരു ഇടപെടൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ കോപം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും. കൊളോണിയൽ കാലഘട്ടത്തിൽ സംഭവിച്ചത് ഭയാനകമായിരുന്നു. ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ കൊളോണിയലിസത്തിന്റെ നിഴലുകൾ ഇപ്പോഴും എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചാൾസ് രാജാവിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാമെന്ന് പറഞ്ഞു. ഉള്ളിന്റെ ഉള്ളിൽ അത് അവരുടെ വാക്കുകൾ ചിന്തിപ്പിച്ചുവെന്നും എമ്മ കുറിച്ചിട്ടുണ്ട്. എമ്മ പങ്കുവച്ച വീഡിയോയിൽ ഒരു സ്ത്രീ ബ്രിട്ടീഷ് വ്ലോഗറോട് കോഹിനൂറിന്റെ കാര്യവും പറയുന്നുണ്ട്. ലോകത്തെ അമൂല്യമായ രത്നം മോഷ്ടിച്ചു കൊണ്ടുപോയെന്നാണ് സ്ത്രീ പറയുന്നത്. അത് ഇന്ത്യക്ക് തിരിച്ചു തരണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് വ്ലോഗറായ അലക്സ് ദില്ലിയിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യ സന്ദർശിക്കുന്നതിനിടെയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതും നേരത്തെ വൈറലായിരുന്നു. ഗ്യാലറികളിലൂടെ നടക്കുമ്പോൾ അലക്സ് തന്റെ സഹയാത്രികയായ അമിനയോട് ചോദിച്ചു, നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പുരാവസ്തുക്കൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അമിനയുടെ മറുപടി വളരെ ശക്തമായിരുന്നു. അതെല്ലാം ലണ്ടനിലാണെന്ന് ഞാൻ കരുതുന്നു. ഉടൻ തന്നെ അലക്സ് അത് ശരിവെച്ച് തലയാട്ടി. ഓ അതെ, എനിക്ക് ഓർമ്മയുണ്ടെന്നും പറഞ്ഞു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു. കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷിലേക്ക് കടത്തിയ നിരവധി അമൂല്യ വസ്തുക്കൾ ഇപ്പോഴും അവിടെ തുടരുന്നതിനെ കുറിച്ചുള്ള നോവുന്ന സത്യം ഈ സംഭാഷണം വെളിപ്പെടുത്തുന്നുവെന്ന് നിരവധി ഉപയോക്താക്കൾ അഭിപ്രായപ്പെട്ടു. ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ നിധികളിൽ ചിലതാണ് ലണ്ടൻ ടവറിൽ സൂക്ഷിച്ചിട്ടുള്ള കോഹിനൂർ വജ്രം, അമരാവതി മാർബിളുകൾ, ടിപ്പു സുൽത്താന്റെ സ്വകാര്യ വസ്തുക്കൾ. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ശേഖരിച്ച ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ ഇപ്പോഴും UK-യിൽ ഉണ്ടെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.